പിന്നെ കൊള്ളാക്കുന്ന സൂപ്പർ ആക്കി തരും. സമയം കളയത് ഇയാളെ സുന്ദരനാക്കോ സുന്ദര. പക്ഷെ നമുക്ക് കോട്ടൺ സ്റ്റഫ് വേണം. നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? ഡ്രസ് എടുക്കാൻ. ത്രെഡ് ചെയ്തിട്ട് ഇപ്പൊ എത്ര നാളെ, ഒരു മാസത്തിലധികമായി. ത്രെഡ് ചെയ്യണം എന്തായാലും. ഡ്രസ് എടുക്കാൻ പോകുമ്പോ നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. നിങ്ങൾ കൊണ്ടു അത് ശരിയാക്കി തരാം, അടിപൊളിയാക്കി തരാം. ഞാൻ ഡിസൈനർ ലെവലിൽ സാധനം ചെയ്യണതാണ്. അതെ, അടുത്ത മാസം ഫ്രാൻസിലെ കല്യാണം. പിന്നെ കൊള്ളാക്കുന്ന സൂപ്പർ ആക്കി തരും. അനങ്ങാതിരുന്നോ, ഇന്ന് ഈ മീശമ ഞാനൊരു താജ്മഹാള് പണിയും. അനങ്ങിയാലത് കുത്തപ്പീനാറാകും. എത്ര സ്പീഡ് എന്റെ കണ്ണിന്റെ പീരി അടക്കം തെറ്റിപ്പോവോ? ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? പുറത്തേക്കുള്ളത് മാത്രം കളയിട്ടാ, എക്സ്ട്രാ ഉള്ളത് മാത്രം എടുക്ക. ശരിയാവണ്ട? ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. അതിപ്പോ അതിന്റെ റൂട്ട് അവിടെ നിക്കാണോ? റൂട്ട് അവിടെ നിൽക്കും. അതെ, അപ്പൊ എന്തൊരു കാര്യം കംപ്ലീറ്റ് എന്ത് കുഴപ്പം? അതെ, ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് ശരിക്കും പാർലറിൽ കട്ട് ചെയ്യാം. ജീവിതം വെച്ചുള്ള കളിയാണ്. പിരികാൻ റെഡി ചെയ്യാൻ പോകുമ്പോ ചേച്ചിമാര് പറയണതാ, ഒന്നില്ലെങ്കിൽ ഇടയില് ഗ്യാപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ പുരുകം ഫുള്ള് കൊഴിച്ചിലാണല്ലോ. ഇന്നേ വരെ ഒരു ത്രഡിയാണ് ചേച്ചി എന്റെ പുരുകം നന്നതാന്ന് പറഞ്ഞിട്ടില്ല, ആരുടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുരുകം എല്ലാം ബാക്കിയില്ല. അതൊക്കെ ജന്മനാണുള്ളതാ. സെന്ററിന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ക്വയർ പോലെ ഇരിക്കണം എന്നൊക്കെ നമ്മള് ചേച്ചിമാരോട് പറയും. പക്ഷെ എടുത്തു വരുമ്പോ ശുചിയായില്ല. ഇത് കുഴപ്പമില്ലാണ്ട് വേണ്ട, ഈ ഷേപ്പ് മതി. ഇത് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഈ ലെഫ്റ്റിലേ ഇവിടെ ഉണ്ട് ഒരു തുണ്ട്, അത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഷേപ്പ് പോകും. വേണ്ട, ഇവിടെ നമുക്ക് എടുത്താ കൊള്ളാം. ഇനി നമുക്ക് ഡ്രസ് എടുക്കാം. കേട്ടിട്ടുണ്ട്. പിരികം വളർന്നു വലുതായിട്ട് ഞാൻ വരാം, ഒന്നും കൂടി ചെയ്യാം. ഞാൻ പോകുന്നു. ബൈ ബൈ.